ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधाकृष्णपादान् सगण ललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते ताप्ता काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत्। ഭഗവത്ഗീത സെറ്റീസ് അധ്യായം 10 മൂന്നാമത്തെ ശ്ലോകം മുതൽക്ക്. ഹരേ കൃഷ്ണ ഭവിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യോ മാമജം അനാദിം ച വേതി ലോകാമഹേശ്വരം അസമ്മൂഢാസമർത്ഥേഷു സർവപാപൈ പ്രമുച്യത്തെ. യോ മാമജം അനാദിം ച വേതി ലോകാമഹേശ്വരം അസമ്മൂഢാസമർത്ഥേഷു സർവപാപൈ പ്രമുച്യത്തെ. रूपेश्वरी माता जी. हरे कृष्ण प्रभुजी. यो माम अजम अनादिम च वेत्ति लोकामहेश्वरम् असम्मूढा समर्थेषु सर्वपापै प्रमुच्यते. चिन्मयी माता जी. हरे कृष्णा. यो मामजम् अनादिं च वेत्ति लोकामहेश्वरम् असम्मूढा समर्थेषु सर्वपापै प्रमुच्यते. परमराधा माता जी. हरे कृष्ण. यो मामजम् अनादिं च वेति लोकामहेश्वरम् असम्मूढा समर्थेषु सर्वपापै प्रमुच्यते. बबीता माता जी. हरे कृष्णा. यो माम् अजम् अनादिं च वेति लोकामहेश्वरम् असम्मूढा समर्थेषु सर्वपापै प्रमुच्यते. Very bold. He who knows me as the unborn, as the beginningless, as the supreme Lord of all the worlds, he only undiluted among men is freed from all sins. ഭഗവാനെ തത്വത്തിൽ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തം കിട്ടും. അതായത് എന്താണ് തത്വത്തിൽ മനസ്സിലാക്കുക പറഞ്ഞാൽ, ഭഗവാനെ അർജുനൻ പുകഴ്ത്തുന്നുണ്ട് 9 ഗുണങ്ങളെ കൊണ്ട്, 9 ക്വാളിറ്റീസ് കൊണ്ട്. ഏത് ശ്ലോകമാണത്? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭു, അല്ലെ? അപ്പോ അതന്നെ ഇവിടെയും പറയുന്നത്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭു. അതായത് അൺബോൺ, അജം, ബിഗിനിംഗ്ലെസ്. എന്താണ് ബിഗിനിംഗ്ലെസ് പറഞ്ഞാൽ? അനാദിർ, അല്ലെ? സുപ്രീം ലോർഡ്, ഋഷ ഓഫ് ഓൾ ദ വേൾഡ്സ്. അപ്പൊ ഈ ക്വാളിറ്റീസ് ആണ്. ഈ ക്വാളിറ്റീസ് തത്വത്തിന് മനസ്സിലാക്കുക, ആ തലത്തിൽ ജീവിക്കുക. തിയറട്ടിക്കൽ മാത്രം ഒരു റിയലൈസേഷൻ കൂടി വേണം. തിയറട്ടിക്കൽ നോളജ് വൺ സൈഡ്, പക്ഷേ റിയലൈസ് നോളജാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ശരീരമല്ല ആത്മാവാണെന്ന്. അതൊരു വെറും തിയറട്ടിക്കൽ നോളജാണ്. പക്ഷെ ആ തലത്തിലേക്ക് ഉയർന്ന് ആ തലത്തിൽ നമ്മൾ ജീവിക്കാൻ പഠിച്ചാൽ മാത്രമേ അത് അനുഭവത്തിൽ നമ്മൾ വരുള്ളൂ. അപ്പൊ ആ തത്വം മനസ്സിലാക്കിയിട്ട് ജീവിക്കുകയാണെങ്കിൽ
ഈ തത്വം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടുന്ന പറയും. So as stated in the 7th chapter, 7.3, മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ. അപ്പോ ഇത് ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ്? മനുഷ്യാനാം സഹസ്ര, ആയിരം ആൾക്കാരില് വളരെ ദുർലഭം, കശ്ചിത് വളരെ കുറച്ച് ആൾക്കാരൊക്കെയാണ് സിദ്ധയെ, പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. അതായത് ആ റിയലൈസേഷനിലേക്ക് എത്താൻ പറ്റും. തിയറട്ടിക്കൽ ആർക്കും ഒരു 1ാം ക്ലാസ്സിലത്തെ കുട്ടികളോട് ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞാലും അത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബ്രാഹ്മണന്മാര്, നമ്മളുടെ കാസ്റ്റ് ബ്രാഹ്മണന്മാര് മന്ത്രം ഉച്ചരിക്കുന്ന പോലെ മന്ത്രം 3 മണിക്കൂറും 4 മണിക്കൂറും 5 മണിക്കൂറും നിർത്താതെ അവർ ഉച്ചരിക്കും. പക്ഷെ അതിൻ്റെ യാതൊരു അർത്ഥം മനസ്സിലാവില്ല. അവർ റിച്വലാണ്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കില്ല. ആ അർത്ഥം അഥവാ ഇനി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലായിട്ട് അവർ അപ്ലൈ ചെയ്യൂല. മിക്ക ആൾക്കാരും 99.99% ആൾക്കാരും ഒരുപാട് മന്ത്രങ്ങൾ അറിയാം, എല്ലാം ബൈഹാർട്ടാണ്, കണ്ടസ്ഥമാണ്, പക്ഷേ അതിൻ്റെ മീനിങ് അറിയില്ല. അതുകൊണ്ടാണ് ഇത്രയൊക്കെ മന്ത്രങ്ങൾ അറിഞ്ഞിട്ടും ഇത്രയൊക്കെ വേദങ്ങൾ അറിഞ്ഞിട്ടും അവർക്ക് ഭഗവാൻ ആരാണെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം അത് വെറും ഉരുവിട്ട് പഠിക്കുന്നുള്ളൂ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല, അതനുസരിച്ച് ജീവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യാനം എത്ര തന്നെ നമ്മൾ വേദപണ്ഡിതന്മാരായാലും ശരി, പണ്ഡിതൻ ബൈഹാർട്ടിങ്ങിൽ മാത്രമല്ല, അത് ഉൾക്കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് പണ്ഡിതനാവുള്ളൂ. മറ്റേത് ബുക്കിഷ് നോളജ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഭഗവാൻ 7th ചാപ്റ്ററിൽ എന്താ പറയുക? മനുഷ്യാനം സഹസ്രേഷു, ആയിരം ആൾക്കാരിൽ, ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിളിൽ വളരെ ദുർലഭം പേരെയാണ് സിദ്ധയെ, പെർഫെക്ഷൻ ആ സ്റ്റേജിലേക്ക് വരുന്നത്, അതിൽ പെർഫെക്റ്റ് ആവുന്നുള്ളൂ. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ഹാർഡ്ലി 1 വിൽ നോ മീൻ ട്രൂത്ത് എന്ന് പറയുന്നത്. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ യതതാം അപി സിദ്ധാനം. അങ്ങനെ സിദ്ധന്മാരായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ എന്താണ്? യഥാം അപി സിദ്ധാനം കശ്ചിത് മാം വേത്തി തത്വത, എന്നെ തത്വത്തിൽ മനസ്സിലാക്കുന്നത് വളരെ ചുരുക്കം പേര്. അപ്പോൾ ലെറ്റ്സ് സേ 1 ബില്യൺ ആൾക്കാരുണ്ട്. നമ്മളൊരു ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ആ 1 ബില്യൺ ആൾക്കാരിൽ 1000 പീപ്പിൾ ഈസ് പെർഫെക്റ്റഡ് ബീയിങ്സ്. അതിൽ തത്വത്തിൽ മനസ്സിലാക്കുന്ന ആൾക്കാർ ഹാർഡ്ലി 1. സോ വാട്ട്സ് എ പ്രൊപ്പോർഷൻ? അപ്പൊ ഇത് നമുക്ക് വായിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും. ഹി ഹു നോസ് മീ ആസ് അൺബോൺ, യെസ് എനിക്കറിയാം, ഈസ് അൺബോൺ, അജം, ബിഗിനിങ്ലെസ്, അനാദിർ, സുപ്രീം ലോർഡ്, ഓക്കെ, പരമ ദിവ്യോത്തമ പുരുഷൻ, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹി ഓൺലി undeluded among men is freed from all sins. അത്ര സരളമായിട്ടുള്ള ഒരു ശ്ലോകമായിട്ട് നമുക്ക് തോന്നുക. പക്ഷെ ഇവിടെ പറയുന്നത്, പ്രഭാത പർപ്പിൾ പറയുന്നത്, മനുഷ്യാനം സഹസ്രേഷു, ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് among men, only few will attain perfection. Out of them hardly 1 will know me in truth. ഇതാണ് അതിന്റെ സത്യം. So those who are trying to elevate themselves to the platform of spiritual realization are not ordinary men. അപ്പോൾ ഈ മെറ്റീരിയൽ ലൈഫിൽ നിന്ന് സ്പിരിച്വൽ ലൈഫിലേക്ക് എലിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ, അവരെ സാധാരണ ആൾക്കാരുടെ നമ്മൾ കാണാൻ പാടില്ല. They are superior to millions and millions of ordinary men who have no knowledge of spiritual realization. ഈ കലിയുഗത്തിൽ മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു നമ്മളുടെ എന്താണ് പറയുക ഭാഗ്യമാണ്. അപ്പൊ ആ കലിയുഗത്തിൽ മനുഷ്യജന്മം കിട്ടിയിട്ട് ഭഗവാനെ പറ്റി അറിയാനുള്ള ആ ഒരു ആഗ്രഹം ഉടലെടുക്കുന്നു, അതിലും വലിയ ഭാഗ്യം. ആഗ്രഹം മാത്രം പോരാ, അതിനുശേഷം നമ്മളൊരു ഭക്തി പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് അതിൽ വലിയ ഭാഗ്യം. ഭക്തി പ്രാക്ടീസ് ചെയ്ത് പെർഫെക്ഷൻ സ്റ്റേജിൽ എത്തുന്നത് അതിലും വലിയ ഭാഗ്യം. എന്നിട്ടൊരു പ്യൂർ ഡിവോട്ടി ആവുന്നത് അതിലും വലിയ ഭാഗ്യം. അപ്പോ മനുഷ്യജന്മം ഒരുപാട് ആൾക്കാർക്കുണ്ട്. ആ മനുഷ്യജന്മം അതിനെ ശരിക്കും അതിൻ്റെ ആ ഒരു ഗോളിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു പ്യൂർ ഡിവോട്ടി ആവണം. അല്ലാണ്ട് കാര്യമില്ല. മനുഷ്യജന്മം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പല ഗുണത്തിലും ഒരു മനുഷ്യരായിട്ട് 2 കാലിലെ നടക്കുന്ന മൃഗങ്ങളായിട്ട് ജീവിക്കുന്നത് മാത്രം.
അവരെച്ചാൽ നമ്മളെല്ലാവരും കേട്ടോ. നമ്മൾ പറയുമ്പോൾ അവരെ ഇവരെന്നൊക്കെ പറയുമെങ്കിലും കൂടിയിട്ട് നമ്മളെല്ലാം അതിൽ സം ഓർ അതർ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരാണ്. ഇൻ ഡിഫറെൻറ്റ് വേരിയിങ് ഡിഗ്രീസിൽ. നമ്മളെച്ചാൽ ഞാൻ അവിടെയും എഗെയിൻ കറക്ഷൻ വരണം. ഒരു നമ്മൾ പറയുന്ന സമയത്ത് നമ്മളെന്നൊക്കെ പറയും, പക്ഷെ അത് ഉദ്ദേശിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടായിരിക്കണം. But out of those actually trying to understand the spiritual situation, one who can come to the understanding that Krishna is the Supreme Personality of Godhead, the proprietor of everything, the unborn, is the most successful spiritually realized person. In that stage only, when one has fully understood Krishna's supreme position, can one be free completely from all sinful reaction. അർജുനന്റെ അഭിപ്രായം അവിടെ പറഞ്ഞാലും കൂടിയിട്ട് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന അർജുനൻ എന്താ പറയുന്നത്? ആഹസ്തം ഋഷയെ സർവേ ദേവർഷി നാരദസ്തഥ ആഷിതോ ദേവലോ വ്യാസോ സ്വയം ചൈവ പ്രവിശിമി. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല. സെയിൻലി പേഴ്സണാലിറ്റീസ് ലൈക്ക് ദേവർഷി നാരദ, അഷിത, ദേവല, വ്യാസ, ഇവരെല്ലാവരും ഇതന്നെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കറിവില്ല, ആൾക്കാർ വിചാരിക്കും ഞാൻ പറയുന്ന ആരും എടുക്കില്ല. പക്ഷെ സെയിൻലി പേഴ്സണാലിറ്റീസ്, സാധു ജനങ്ങൾ, ദേവർഷി നാരദ, അഷിതൻ, ദേവല, വ്യാസം, ഇവരെല്ലാം തന്നെ പറയുന്നത്. ഇനിയിപ്പൊ അതും വേണ്ട, അതിനുമുപരിയായിട്ട് ഭഗവാനോട് തന്നെ അങ്ങ് സ്വയം ഇത് പ്രഖ്യാപിക്കുന്നു, ദാറ്റ് യു ആർ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. എങ്ങനെ? ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഭഗവാൻ അതന്നെ പറയുന്നത്. അഹം സർവസ്യ പ്രഭോ മഥാ സർവം പ്രവർത്തിയതേ ഇതി മത്വാ ഭജന്തേ മാം ബുദ്ധഭാവ സംബന്ധിത. അങ്ങനെ ഏതൊരു ശ്ലോകം എടുത്താലും ഡയറക്ട്ലി അല്ല ഇൻഡയറക്ട്ലി ഭഗവാൻ അതന്നെ. മഥാത് പരതരം ന അന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോതം സൂത്രേ മണിഗണായിവ. ഏത് ശ്ലോകം എടുത്താലും ഭഗവാൻ അതിലേക്ക് തന്നെ പറയുന്നത് ഐ ആം എവറിത്തിങ്, ഐ ആം ദ സുപ്രീം ലോർഡ്. ആ ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് തത്വത്തിൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നോട്ട് തിയറിറ്റിക്കൽ നോളേജ്, ഇറ്റ്സ് എ റിയലൈസേഷൻ. So here the Lord is described by the word Aja, meaning unborn. Aja എന്ന് പറഞ്ഞാൽ എന്താണ്? അൺബോൺ. നമ്മളെല്ലാം അജയാണോ? ജാതസഹി ധ്രുവം മൃത്യു ധ്രുവം ജന്മ മൃതസ്യജ, അല്ലെ? നമ്മൾ അൺബോൺ ആണ് ആത്മാവിന്റെ തലത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ. പക്ഷെ ശരീരം ജനിക്കുന്നു, ശരീരം മരിക്കുന്നു. പക്ഷെ ഭഗവാൻ അങ്ങനെയില്ല. നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം, നമുക്ക് ശരീരം, ഭൗതിക ശരീരമുണ്ട്, ഭഗവാന് ഭൗതിക ശരീരമില്ല. ഭഗവാന്റെ ശരീരവും ആത്മാവും അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഘടനയില്ല. നമ്മുടെ ഭൗതിക ലോകത്തിൽ നമ്മൾ വരുമ്പോൾ ദേഹധാരിയായിട്ട് ശരീരം ധരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഓർന്ന് ആത്മാവ് ഇറന്ന്. So what is distinct from the living entities who are described in the second chapter as Aja? The Lord is different from the living entities who are taking birth and dying due to material attachment. അപ്പൊ നമ്മൾ ദേഹം ധരിക്കുന്നു, ദേഹം വെടിയുന്നു, വീണ്ടും ദേഹം ധരിക്കുന്നു, വീണ്ടും. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ദേഹങ്ങളിലൂടെ ശരീരങ്ങളിലൂടെ കടന്നു പോകുന്നു. കാരണം എന്താണ്? ഡ്യൂ ടു മെറ്റീരിയൽ അറ്റാച്ച്മെന്റ്. അതായത് ഭൗതികമായിട്ടുള്ള ആ ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട് ഭഗവാനിൽ നിന്നും മാറി നിന്ന് സ്വയം നമ്മളെ ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹം ഉടലെടുത്തപ്പോൾ കിട്ടിയ ഒരു ശരീരമാണ്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കൺഡ്യൂസ് ആയിട്ടുള്ള ശരീരമാണ് നമുക്ക് കിട്ടിയത്. സോ ദ കണ്ടീഷൻ സോൾസ് ആർ ചേഞ്ചിങ് ദ ബോഡീസ്, ബട്ട് ഹിസ് ബോഡി ഈസ് നോട്ട് ചേഞ്ചബിൾ. ഷഡ്പരിണാമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ശരീരത്തിന്. അത് ഏത് ശരീരത്തിലായാലും ശരി, ഈ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കും ശരീരത്തിൽ തന്നെ. അതായത് എന്താണ്? ജനിക്കുന്നു, അല്ലേ? വളരുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, പിന്നെ വൃദ്ധനാവുന്നു, ഡെൻറ്റിൽ ചെയ്യുന്നു, പിന്നെ മരിക്കുന്നു. ഈ പരിണാമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശരീരത്തിന് മാത്രം ആത്മാവ് അപ്പോഴും യങ്ങാണ്. ആത്മാവിന് യാതൊരു വ്യത്യാസം വരുന്നില്ല. അതിനെ സമയം ബാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഒരാൾ വയസ്സാവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആള് ഡിമിനിഷ് ആവുന്നത്? മാതാജി,
സമയം, കാലം. കാലം. കാലമാണ് നമ്മളെ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് മാറ്റുന്നത് അല്ലേ? ആത്മാവിന് മരണം ഇല്ല എന്ന് മാത്രമല്ല, ആത്മാവ് ഏജ് ആവുന്നില്ല. ഇറ്റ് ഈസ് ബിയോണ്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് ടൈം. അതിനെ കാലം എഫക്ട് ചെയ്യുന്നില്ല, ശരീരത്തിന് കാലം എഫക്ട് ചെയ്യുന്നു. അപ്പോൾ ഡ്യൂ ടു മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ആണ്, ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ശരീരം കിട്ടുന്നതും അത് നശിക്കുന്നതും. അപ്പോൾ ആഗ്രഹങ്ങൾ വെച്ച് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ ഭഗവാൻ അത് തന്നുകൊണ്ടേയിരിക്കും. ദ കണ്ടീഷൻ സോൾസ് ആർ ചേഞ്ചിങ് ദ ബോഡീസ്, ബട്ട് ഹിസ് ബോഡി ഈസ് നോട്ട് ചേഞ്ചബിൾ. ഈവൻ വെൻ ഹി കംസ് ടു ദിസ് മെറ്റീരിയൽ വേൾഡ്, ഹി കംസ് ആസ് ദ സെയിം അൺബോൺ. അപ്പോൾ ഭഗവാൻ ഇവിടെ വരുന്നത് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സൂര്യഭഗവാന്റെ ഉദയം അസ്തമയം. സൂര്യഭഗവാൻ ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ഓക്കെ, അപ്പിയറിങ് ആൻഡ് ഡിസപ്പിയറിങ് അല്ലേ? എപ്പോഴും സൂര്യനുണ്ട്, പക്ഷെ നമ്മളുടെ കണ്ണിന്ന് മറഞ്ഞു എന്ന് മാത്രം. വൈകുന്നേരം അസ്തമയ സമയത്ത് നമ്മുടെ കണ്ണിന്ന് മറഞ്ഞു, പിന്നെ വീണ്ടും ഉദിക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നു അല്ലേ? അപ്പോൾ അതേപോലെയാണ് ഭഗവാന്റെ അപ്പിയറൻസും ഡിസപ്പിയറൻസും. പക്ഷെ നമ്മളുടെ അങ്ങനെയാണോ? നമ്മളുടെ അങ്ങനെയല്ല. നമ്മൾക്ക് ശരീരം കിട്ടുന്നു, അത് നശിക്കുന്നു, വീണ്ടും വേറെ ശരീരം എടുക്കുന്നു, വീണ്ടും അത് നശിക്കുന്നു. അപ്പോൾ അവിടെ ജനനം മരണം എന്തിനുണ്ട്? ശരീരത്തിനുണ്ട്. ഭഗവാന്റെ ട്രാൻസെൻഡന്റൽ ബോഡി ആയതുകൊണ്ട്, ദിവ്യമായിട്ടുള്ള ആ ഒരു വടിവുകൾ ശരീരമായതുകൊണ്ട്, അങ്ങനെ ശരീരം പറയാൻ പറ്റില്ല, ആ ട്രാൻസെൻഡന്റൽ പൊസിഷൻ ആയതുകൊണ്ട് ഭഗവാന്റെ ശരീരം ആത്മാവ് അങ്ങനെ വേർതിരിച്ച് നമുക്ക് കാണാൻ പറ്റില്ല. ഭൗതിക ലോകത്തിൽ നമുക്ക് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത്, എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവിൽ നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നുണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലേ? So even when he comes to the material world, he comes as the same unborn. Therefore, in the 4th chapter, it is stated that the Lord, by his internal potency, is not under the inferior material energy, but is always in the superior energy. Even വസുദേവർക്കും ദേവകിയും മാതാജിക്കും പുത്രനായിട്ട് ജനിച്ചത് എങ്ങനെയാണ്? ചതുർഭുജത്തിലുള്ള വിഷ്ണു ഫോമിലാണ്. അവിടെ അപ്പിയർ ചെയ്യാണ് വെച്ചത്. അല്ല നമ്മളുടെ ഇതുപോലെ അമ്മയുടെ ഉദരത്തിൽ 9 മാസം എനിക്ക് കടന്ന് ഒരു നോർമൽ ഒരു നാച്ചുറൽ ഡെലിവറി എന്നല്ല ഭഗവാനെ എങ്ങനെ ആഗ്രഹിക്കുന്നു അവിടെ അപ്പിയർ ചെയ്യാം. ഏത് തരത്തിൽ വേണമെങ്കിൽ, മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വാമനായിട്ടും ഏത് തരത്തിലും വേണമെങ്കിൽ ഭഗവാൻ അപ്പിയർ ചെയ്യാം. നമുക്ക് അതിനുള്ള കഴിവില്ല. കാരണം നമ്മൾ വി ആർ ഫോഴ്സ്ഡ് ടു ടേക്ക് ബർത്ത് ബൈ ദ മെറ്റീരിയൽ നേച്ചർ. ബൈ ദ മെറ്റീരിയൽ നേച്ചർ, നമ്മളുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ. In this verse, the words Veti Loka Maheshwaram indicate that one should know that Lord Krishna is the supreme proprietor of the planetary systems of the universe. Okay, Bhoktaram Yatnitapsam Sarva Loka Maheshwaram. അതന്നെ ഇവിടെയും പറയുന്നത്, സർവലോക മഹേശ്വരം, എല്ലാ ലോകങ്ങളുടെയും ഈശ്വരനാണ്. He was existing before the creation and is different from his creation. ഭാഗവത്തിലും അതിനെ പറയുന്നത്. ക്രിയേഷന്റെ മുമ്പേ ഉണ്ടായിരുന്നു, ക്രിയേഷന് ശേഷമുണ്ട്, ക്രിയേഷനുള്ള സമയത്തുമുണ്ട് ഭഗവാൻ. This material world, I am existing even before the creation of the material world, during the creation of material world, after the annihilation of material world. Is there eternally. All the demigods were created within this material world, but as far as Krishna is concerned, it is said that he is not created. Therefore, Krishna is different even from the great demigods like Brahma and Shiva. And because he is the creator of Brahma, Shiva, and all other demigods, he is the supreme person of all planets. ഈ ഭൗതിക ലോകത്തുള്ള ഈവൻ ഗ്രേറ്റസ്റ്റ് ഡെമിഗോഡ്സ് ലൈക്ക് ബ്രഹ്മ ആൻഡ് ശിവ, ഓക്കെ, അവരെല്ലാം എന്താണ്? created beings are. Except Lord Shiva is an expansion
മറ്റെല്ലാം ഈ ഭൗതിക ലോകത്തിൽ മാനിഫെസ്റ്റേഷൻ അൺമാനിഫെസ്റ്റേഷൻ നടക്കുന്ന സമയത്തുള്ള ഒരു പ്രക്രിയ മാത്രമാണ്. അപ്പൊ ശിവന്റെ സാന്നിധ്യം ഇവിടെ ഭൗതിക ലോകത്തിൽ ആധ്യാത്മിക ലോകത്തിൽ സദാശിവന്റെ ഇതിലാണ് ഏറ്റവും ഉള്ളത്. പക്ഷെ ആ ശിവന്റെ എക്സ്പാൻഷൻ, സദാശിവന്റെ എക്സ്പാൻഷൻ, ഭൗതിക ലോകത്തിലുള്ള എക്സ്പാൻഷൻ ഭൗതിക ലോകം മാനിഫെസ്റ്റേഷൻ ഉള്ള സമയത്ത് മാത്രമേ ഉണ്ടാവും, അല്ലെങ്കിൽ സദാശിവന്റെ ഫോമിലായിരിക്കും. സോ ഹി ഈസ് ആൾസോ ഇൻ എ വേ ക്രിയേറ്റഡ് ഫോർ ഡിസ്ട്രോയിങ് ദിസ് മെറ്റീരിയൽ വേൾഡ്. അതാണ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഈവൻ ബിക്കോസ് ഹി ഈസ് ദ ക്രിയേറ്റർ ഓഫ് ബ്രഹ്മ, ശിവ ആൻഡ് ഓൾ അതർ ഡെമിഗോഡ്സ്, he is the supreme person of all planets. Shri Krishna is therefore different from everything that is created, and anyone who knows him as such immediately becomes liberated from all sinful reactions. One must be liberated from all sinful activities to be in the knowledge of the Supreme Lord. Only by devoted service can he be known, and not by any other means, as stated in Bhagavad Gita. അപ്പോൾ ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റൂ, ഭഗവാനെ തത്വത്തിന് മനസ്സിലാക്കാൻ പറ്റും. One should not try to understand Krishna as a human being. As stated previously, only a foolish person thinks him to be a human being. Okay, ഏതാണത്? ശ്ലോകം അവജാനന്തി മാമൂഢ മാനുഷ്യം തന്മാശ്രിത. This is again expressed here in a different way. A man who is not foolish, who is intelligent enough to understand the constitutional position of Godhead, is always free from all sinful reactions. If Krishna is known as the son of Devaki, then how can he be unborn? അത് ചോദ്യം അല്ലേ? അപ്പോൾ ദേവകി മാത അവൻ്റെ മകനാണെന്ന് നമ്മൾക്ക് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ജനിക്കാത്ത ഒരു വ്യക്തി എന്ന തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? That is also explained in Srimad Bhagavatam. When he appeared before Devaki and Vasudeva, he was not born as an ordinary child. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ he appeared in his original form and then he transformed into himself into an ordinary. അപ്പോൾ ചതുർഭുജ ഫോമിലാണ് അവിടെ അവതരിച്ചത്. പിന്നീട് അവരുടെ ആഗ്രഹപ്രകാരം ഒരു കുട്ടിയായിട്ട് മാറി. Anything done under the direction of Krishna is transcendent. It cannot be contaminated by material reactions, which may be auspicious or inauspicious. The conception that there are things auspicious and inauspicious in the material world is more or less a mental concoction, because there is nothing auspicious in the material world. അപ്പോൾ നമ്മുടെ അവിടെ നമ്മൾ auspicious inauspicious അതൊരു കോൺകോക്ഷൻ ആണ്. കാരണം വെച്ചാൽ ദർ ഇസ് നത്തിങ് ഓസ്പീഷ്യസ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ്. നമുക്ക് തോന്നുകയാണ് നമ്മുടെ ഒരു കോൺകോക്ഷൻ ആണ്. നേരെ മറിച്ച് സ്പിരിച്വൽ വേൾഡ് ഓൺലി ഓസ്പീഷ്യസ്. ഇവിടെ മാത്രമേ ദ്വന്ദ്ങ്ങളുള്ളൂ. അവിടെ ദ്വന്ദ്ങ്ങളായിട്ട് തോന്നും. എന്നുവെച്ചാൽ എവറിത്തിങ് ഈസ് ഇൻഓസ്പീഷ്യസ് ഹിയർ. നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ we simply imagine it to be auspicious. The real auspiciousness depends on activities in Krishna consciousness in full devotion and service. Therefore, if we at all want our activities to be auspicious, then we should work under the directions of the Supreme Lord. അപ്പോൾ നമ്മുടെ ഓസ്പീഷ്യസ് ലെവലിലേക്ക് വളരുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ ജീവിക്കണം. Such directions are given in authoritative scriptures such as Srimad Bhagavatam and Bhagavad Gita, or from a bona fide spiritual master. Because the spiritual master is the representative of the Supreme Lord, his direction is directly the direction of the Supreme Lord. അപ്പോൾ ഇത് നമ്മുടെ ഒന്നുകിൽ ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു പ്രതിനിധി എന്താണോ നിർദ്ദേശിക്കുന്നത് അത് പ്രകാരം നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കണം. The spiritual master, saintly persons and scriptures direct in the same way. എന്താണ്? ഗുരു, സാധു, ശാസ്ത്രം. അല്ലേ? അത് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. വൺ കറസ്പോണ്ട്സ് ടു ദ അതർ. ഗുരു എന്താണ്? സാധു. സാധു എന്താണ്? ശാസ്ത്രം. അതിൽ ഏറ്റവും പ്രധാനം എന്തിനാണ്? ഗുരുവിനാണോ സാധുവിനാണോ ശാസ്ത്രത്തിനാണോ? ശാസ്ത്രത്തിന്. ശാസ്ത്രത്തിൽ പറഞ്ഞാണ് സാധുവും ഗുരുവും ഫോളോ ചെയ്യുന്നത് അല്ലേ?
നോ കോൺട്രഡിക്ഷൻസ്. അതിൽ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. ദർ ഈസ് നോ കോൺട്രഡിക്ഷൻ ഇൻ ദീസ് 3 സോഴ്സസ്. അപ്പോൾ നമ്മൾ എന്താണ് GPS അല്ല GSS വെച്ച് പോകണം. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തണമെങ്കിൽ GSS, നോട്ട് GPS. Okay. All actions done under such direction are free from the reactions of pious or impious activities of this material world. അപ്പോൾ ഇവിടെ സോ കോൾഡ് pious and impious അല്ലേ, ദ്വന്ദ്വത്തിലാണല്ല. നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്ത് ഗുഡ്, അത് ബാഡ്. ഭഗവാന്റെ കണ്ണിൽ ചീത്തയില്ല, നല്ലതില്ല, ചീത്തയില്ല, എല്ലാം ഓസ്പീഷ്യസ് ആണ്, ന്യൂട്രൽ. The transcendental attitude of the devotee in the performance of activities is actually that of renunciation and is called sannyasa. As stated in the first verse of the 6th chapter of Bhagavad Gita, one who acts as a matter of duty because he has been ordered to do so by the Supreme Lord and who does not seek shelter in the fruits of his activities, anashrita karma palam, is a true renuncer. Okay. Anyone acting under the direction of the Supreme Lord is actually a sannyasi and a yogi, and not the man who has simply taken the dress of a sannyasi or a pseudo yogi. Okay. അപ്പോൾ ഒരു സന്യാസ വേഷമിട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സന്യാസിയാവുന്നില്ല. എക്സ്റ്റേണലി നമുക്ക് സന്യാസിയായിട്ട് തോന്നാം, ഇന്റേണലി ഇഫ് ഇസ് നോട്ട് എ റിനൻസിയന്റ് കാര്യമില്ല. അപ്പൊ എക്സ്റ്റേണൽ ആ ഒരു അറ്റയർ കൊണ്ട് നമുക്ക് ഒരാളെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇന്റേണലി അപ്പോൾ ആശ്രമത്തിലായാലും ശരി, ഏത് വർണ്ണത്തിലായാലും ശരി, അദ്ദേഹം ഉള്ളുകൊണ്ട് റിനൗൺസിയന്റ് ആണെങ്കിൽ വി ക്യാൻ അക്സെപ്റ്റ് ഇറ്റ്. എക്സ്റ്റേണൽ ഡ്രസ് അല്ല, എക്സ്റ്റേണൽ ഡ്രസ് ഡസൻറ്റ് മാറ്റർ. ഒരു പെർഫെക്റ്റ് സന്യാസി എന്ന് പറഞ്ഞാൽ ഇന്റേണലി എല്ലാം റിനൗൺസ് ചെയ്തായിരിക്കണം. പിന്നെ ചോദിക്കും എന്ത് റിനൗൺസ്, നമ്മുടെ റിനൗൺസ് ചെയ്യാൻ എന്താണ്, നമ്മുടേതായിട്ട് വല്ലതും ഉണ്ടോ? പിന്നെ എങ്ങനെ റിനൗൺസ് എന്ന് പറയാം? ഓക്കെ, എൻ്റെ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് റിനൗൺസ് ചെയ്യാൻ പറ്റൂ. ഈ ദേഹം എൻ്റെ അല്ല, ഈ മനസ്സ് എൻ്റെ അല്ല, എൻ്റെ ബുദ്ധി എൻ്റെ അല്ല, ഈ കാണുന്ന വീട് എൻ്റെ അല്ല, എൻ്റെതായിട്ട് ഒന്നുമില്ല, എല്ലാം ഭഗവാൻ തന്നിരിക്കുന്നതാണ് അല്ലേ, ഭഗവാന്റെ ആണ്, പാർട്ട് ആൻഡ് പാർസലാണ്. അപ്പോൾ ഞാൻ സ്വന്തം പ്രയത്നിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനം ഇവിടെ ഇല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് റിനൗൺസിയന്റ് എന്ന് പറയാ? എന്താണ് ആ റിനൗൺസിയന്റ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തെറ്റല്ലേ? അപ്പോൾ he has renounced this material world. So what does it mean? ദ്വന്ദ്വങ്ങളിൽ നിന്നും കാമക്രോധ ലോഭം, അതാണ് പ്രഭുജി? അല്ല, ഞാൻ പറഞ്ഞു he is a renunciant, is a സന്യാസി. എല്ലാം ത്യജിച്ചിരിക്കുന്നു. എൻ്റെതായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് ത്യജിക്കാൻ പറ്റൂ, എൻ്റെതായിട്ട് ഒന്നുമില്ല. ഇപ്പൊ നമ്മുടേതായിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും, നിങ്ങളുടേതായിട്ട് വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ എൻ്റെതായിട്ട് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന വിധത്തിൽ എന്തെങ്കിലും, ഇതെൻ്റെ വീടാണ്, ഇതെൻ്റെ തലയാണ്, ഇതെൻ്റെ കണ്ണാണ്, എൻ്റെ ആണോ അത്? യെസ്, താൽക്കാലികമായിട്ട് എൻ്റെയാണ്. പക്ഷെ ആര് തന്നിരിക്കുന്നു? അൾട്ടിമേറ്റ് ഓണർ ആരാണ്? ഭഗവാൻ. അല്ല, അപ്പൊ നമ്മള് നമ്മുടെയാണെന്ന് വിചാരിക്കുന്ന കൊണ്ട് നമ്മള് സന്യാസിമാരല്ലല്ലോ പ്രഭു ചോദിച്ച്. സന്യാസിമാര് എന്തുകൊണ്ടാണ് റിനൗൺസ്ഡ് എന്ന് പറയും? അല്ല, റിനൗൺസ് നമ്മുടേതായിട്ട് പറയാനായിട്ട് ഒന്നുമില്ല. പിന്നെ ഈ റിനൗൺസിയന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പിന്നെ ഞാൻ റിനൗൺസ് ചെയ്തു, ഓക്കെ, ഞാനിത് എടുക്കുന്നില്ല, ഇത് കാരണം അത് എൻ്റേത്. ഞാൻ ആദ്യം വിചാരിച്ചു, അത് ഞാൻ വിട്ടു, എൻ്റേതല്ല, അപ്പം അത് റിനൗൺസ് ചെയ്തു. ഞാൻ ജോലി ചെയ്യുന്നു, ആ ശമ്പളം ഞാൻ കൈപ്പറ്റുന്നില്ല, അത് റിനൗൺസ് ചെയ്തു. യുക്തവൈരാഗ്യം, സറണ്ടറൻസ് ആണോ? അതായത് റിനൗൺസിയന്റ് മീൻസ് ഹിയർ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, ഭഗവാന്റെ എല്ലാം, എൻ്റെ ശരീരവും എൻ്റെ ഉള്ളതെല്ലാം, എൻ്റെ അറിവും എൻ്റെ പൊസിഷൻസും ഇതെല്ലാം ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ റിനൗൺസിയന്റ് ആവുന്നു. അല്ലെങ്കിൽ ഞാൻ ഒരു ഭോഗിയാണ്. യെസ്, എല്ലാം ഭഗവാനാണ്. അത് ഭഗവാന് തിരിച്ചർപ്പിക്കുന്ന ആ ഒരു ഭാവത്തിലേക്ക്, ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതാണ് റിനൗൺസിയേഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇതെല്ലാം എൻ്റെതാണ്, ഇത് ഞാൻ ഭഗവാന് കൊടുത്തു,
ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം ഭഗവാന്റെ തന്നെയാണ്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ യു ആർ എ ബിഗ് തീഫ്, യു ആർ എ സ്മോൾ തീഫ്, അത്രേ ഉള്ളൂ. ഭഗവാന്റെ നിന്ന് എടുത്തിട്ട് കുറച്ച് ഭഗവാന് തിരിച്ചു കൊടുക്കുമ്പോൾ സ്മോൾ തീഫ്. ഭഗവാന്റെ നിന്ന് എല്ലാം മേടിച്ചിട്ട് ഒന്നും തിരിച്ച് നമ്മൾ സമർപ്പണം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ബിഗ് തീഫ്. അപ്പോൾ റിനൻസി എന്ന് പറഞ്ഞാൽ, ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ എല്ലാം ഭഗവാന്റെ ആണെന്നെല്ലാം മനസ്സിലാക്കുക. അത് ഭഗവാന് വേണ്ടിയിട്ട് മാതാജി പറഞ്ഞു യുക്ത വൈരാഗ്യം, ഭഗവാന് വേണ്ടിയിട്ട് അർപ്പിച്ച് ജീവിക്കുക. സോ ദാറ്റ് ഈസ് ദ ആക്ച്വൽ റെനൻസിയേഷൻ. എൻ്റെ കയ്യിൽ കുറെ പണമുണ്ട്, ഞാൻ ഭഗവാന് കൊടുത്തു കേട്ടോ, ആമ്പത്തോടുകൂടി ഞാൻ ഇത്ര ലക്ഷം കൊടുത്തു, ഇത്ര കോടി കൊടുത്തു. ഭഗവാൻ എന്തിനു പണം വേണം? ഭഗവാന്റെ ആണ് നമ്മൾ. അതാണ് ആക്ച്വൽ റെനൻസിയേഷൻ. ഇവിടെ പറയുന്നത് and who does not seek shelter in the fruits of his activities, anashrita karmaphalam. Who does not seek shelter in the fruits of his activities. നമ്മൾ അതിനെ ക്ലെയിം ചെയ്യുന്നില്ല, ഇത് എൻ്റെ കർമ്മഫലാണെന്ന്. ഈസ് എ ട്രൂ റിനൗൺസർ. ഞാൻ കർമ്മം ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫലം എൻ്റേതാണ്, ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. അത് തിരിച്ച് ഭഗവാനെ അർപ്പിക്കുക. അപ്പൊ അതായത് എന്തും കർമ്മഫലം മാത്രമല്ല, എൻ്റെ സ്വയം ശരീരവും എല്ലാം ഭഗവാൻ അർപ്പിക്കുന്ന ആ ഒരു പൊസിഷനിലാണ് റിനൗൺസർ, ട്രൂ റിനൗൺസർ എന്ന് പറയുന്നത്. സോ എനിവൺ acting under the direction of the Supreme Lord is actually a sannyasi and a yogi, and not the man who simply taken the dress of a sannyasi or the pseudo yogi. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതിൽ? പ്രഭുജി, ഇതില് ലോർഡ് ശിവേന്റെ ഒരു പാർട്ട് വന്നില്ലേ പ്രഭുജി? അത് എന്തായിരുന്നു പറഞ്ഞേ? Everybody is created, everybody is dependent on Supreme Lord Krishna, including Lord Brahma and Shiva. Nobody is independent എന്നാണ് പറയുന്നത്. ഭഗവാൻ മാത്രമേ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഭഗവാനെ ആശ്രയിച്ച് നിൽക്കുക. അത് ഈവൻ ദ ഗ്രേറ്റസ്റ്റ് ഡെമിഗോഡ്സ് ലൈക്ക് ലോർഡ് ശിവ ആൻഡ് ബ്രഹ്മ. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ. പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ. അതുകൊണ്ടാണ് അവരുടെ ഗ്രേറ്റസ്റ്റ് ഡെമിഗോഡ്സ് ശിവന്റെയും ബ്രഹ്മാവിന്റെയും പേരെടുക്കാൻ കാരണം, പ്രഭാതിയും അത് ഈവൻ ശാസ്ത്രത്തിലും എടുക്കാൻ കാരണം. കാരണം എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് ലോർഡ് ശിവ ഈസ് ആൾസോ സുപ്രീം, ഈസ് ആൾസോ ഇൻഡിപെൻഡന്റ് ലൈക്ക് കൃഷ്ണ. ബ്രഹ്മ ഈസ് ആൾസോ സുപ്രീം, ഈസ് ആൾസോ ഇൻഡിപെൻഡന്റ് ലൈക്ക് കൃഷ്ണ. ആ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് ഇതിവിടെ പറയുന്നത്, ഈവൻ ശാസ്ത്രത്തിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് പത്മപുരാണത്തില് നമ്മൾ ആ ശ്ലോകം വെച്ചിട്ടാണ് നമ്മുടെ 10 ഒഫൻസസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലത്തെ രണ്ടാമത്തെ ഒഫൻസ് എന്താണ്? ടു കൺസിഡർ ദ ഡെമിഗോഡ്സ് ലൈക്ക് ലോർഡ് ശിവ ഓർ ലോർഡ് ബ്രഹ്മ ടു ബി ഈക്വൽ ടു ഓർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ നെയിം ഓഫ് ലോർഡ് വിഷ്ണു. Okay, that's an offense. Nobody is independent except Krishna. പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ, ശിവ ഈസ് ആൾസോ സുപ്രീം, ശിവോഹം, ഞാൻ ശിവനാകണം, അതായത് ശിവ ഈസ് സുപ്രീം. അപ്പൊ അല്ല, അപ്പൊ ശിവോഹം, ദാസോഹം, പിന്നെ പറയും ദാസോഹം അല്ല, ദാസോഹം, ഞാൻ സെർവന്റ് ഓഫ് ദ സുപ്രീം. നമ്മൾക്ക് ഒരിക്കലും ഭഗവാനാവാൻ പറ്റില്ല, ശിവനാവാൻ പറ്റില്ല, നാരായണാവാൻ പറ്റില്ല. പക്ഷെ ബ്രഹ്മാവാൻ പറ്റുമോ? പറ്റും. ശിവനാവാൻ പറ്റില്ല. യശോദാവാൻ പറ്റുമോ? ഇല്ല. നന്ദമഹാരാജാവാൻ പറ്റുമോ? ഇല്ല. രാധാറാണിയാവാൻ പറ്റുമോ? ഇല്ല. ഗോപികമാരാവാൻ ഇല്ല. അതെല്ലാം അവരൊക്കെ എക്സ്റ്റേണൽ പൊസിഷൻസ് ആണ്, എറ്റേണൽ പേഴ്സണാലിറ്റീസ് ആണ്. അവരൊന്നും പൊസിഷൻസ് അല്ല. യശോദാമയ്യ ഇസ് എറ്റേണൽ മദർ, നന്ദമഹാരാജ് ഇസ് എറ്റേണൽ ഫാദർ. ഭഗവാന്റെ ലീല ആ പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലിക്കേഷൻ ആകാൻ പറ്റില്ല. ബ്രഹ്മാവിന്റെ പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ അയക്കാൻ പറ്റും, ഗണപതിയുടെ പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ അയക്കാം,
ആണെങ്കിൽ. പക്ഷേ ഭഗവാന്റെ കോൺഫിഡൻഷ്യൽ ക്ലോസ് അസോസിയേറ്റ്സ് ആയിട്ടുള്ള എറ്റേണൽ പേഴ്സണാലിറ്റീസ്. ലോർഡ് ശിവനായിട്ട് നമുക്ക് ശിവനാവാൻ പറ്റില്ല, ഒരിക്കലും ആവാൻ പറ്റില്ല. അപ്പൊ അതാണ് ലോർഡ് ശിവനും ബ്രഹ്മാവും അങ്ങനെയുള്ള ഗ്രേറ്റസ്റ്റ് ഡെമിഗോഡ്സ് ആർ ആൾസോ ഡിപ്പെൻഡന്റ് ഓൺ കൃഷ്ണ. സോ വാട്ട് ടു സ്പീക്ക് ഓഫ് പീപ്പിൾ ലൈക്ക് അസ്, അതാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും ഐ ആം ദ ഗ്രേറ്റസ്റ്റ്, എൻ്റെ കയ്യിൽ കുറെ പണം ഉണ്ട്, എൻ്റെ കയ്യിൽ കുറെ സൗന്ദര്യം ഉണ്ട്, എൻ്റെ കയ്യിൽ കുറെ ഓപ്പുലൻസ് ഉണ്ട്, എൻ്റെ കയ്യിൽ അതുണ്ട് ഇതുണ്ട്. ദാറ്റ് മീൻസ് വി ആർ ഫൂൾസ് ആണ് പ്രഭുപാദയുടെ ഇൻഡയറക്ട്ലിയും പറയുന്നത്. മാതാജി, വേറെന്തെങ്കിലും? പ്രഭുജി അവിടെ സദാശിവന്റെ കാര്യം പറഞ്ഞില്ലേ, സദാശിവനാണ് എന്തോ എറ്റേണൽ അങ്ങനെ എന്തോ എടുത്ത് സദാശിവന്റെ എക്സ്പാൻഷൻ ഭൗതിക ലോകത്തില് ലോർഡ് ശിവ, ശംഭു, അരച്ചൽ ആ പേരിൽ അറിയുന്നത്, എല്ലാം ആ പേരിൽ അറിയുന്നത്. അദ്ദേഹം ഈ ഭൗതിക ലോകത്തിലെ ഡിസൊല്യൂഷൻ പാർട്ടില് അതായത് എന്താ അവതാരമായിട്ട് വരുന്ന ഗുണാവതാരമായിട്ട്, ഭഗവാന്റെ എക്സ്പാൻഷൻ തന്നെയാണ്. അപ്പൊ ഒറിജിനൽ സദാശിവൻ അത് ഭഗവാന്റെ എക്സ്പാൻഷൻ. ആ സദാശിവൻ എക്സ്പാൻഷൻ അദ്വൈതാചാര്യ സദാശിവന്റെയും മഹാവിഷ്ണുവിന്റെയും കോമ്പിനേഷനാണ്, കമ്പൈൻഡ് അവതാരമാണ്. പ്രഭുജി, അപ്പൊ ആ സദാശിവയാണോ ഡിസ്ട്രക്ടർ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്? അല്ല, സദാശിവൻ ഒറിജിനൽ ആണ്, ഭഗവാന്റെ എക്സ്പാൻഷൻ. ആ സദാശിവന്റെ എക്സ്പാൻഷൻ ആണ് ഈ ഭൗതിക ലോകത്തില് ലോർഡ് ശിവനായിട്ട് വന്നിട്ട് ഡിസ്ട്രോയർ എന്നുള്ള ആ ഗുണാവതാരത്തിന്റെ ചാർജ്. ഓക്കെ. പ്രഭുജി, ശിവന്റെ പുരാണം ഇല്ലേ ഒരെണ്ണം? ഉണ്ട്. അതില് പക്ഷെ അതുകൊണ്ട് എന്തുകൊണ്ട് അവരിങ്ങനെ പറയണു? അതിൽ ശിവപുരാണത്തില് ശിവനാണ് ടോപ്പ് മോസ്റ്റ് അല്ലേ? ദേവി പുരാണത്തിൽ എന്താ പറയുന്നത്? ദേവിയാണെന്ന് അല്ലേ? അപ്പൊ ഏതൊരു വ്യക്തിയെ പറ്റിയാണ് ഒരു ബുക്ക് എഴുതിയത്, ആ വ്യക്തിയെ പുകഴ്ത്തും. ആ ഡൊമൈനില് ഒരു സ്റ്റേറ്റ് എടുക്കുക വിചാരിക്കുക. ഒരു സ്റ്റേറ്റിലെ മെയിൻ ആളാരാണ്? ചീഫ് മിനിസ്റ്റർ. അപ്പൊ ആ സ്റ്റേറ്റിനെ പറ്റി നമ്മളൊരു പുസ്തകം എഴുതുമ്പോൾ ആരെ പറ്റിയാ പറയാ? ചീഫ് മിനിസ്റ്ററെ പറ്റി പറയാം. അവിടെ പ്രൈം മിനിസ്റ്റർ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഡൊമൈനില് ഹി ഈസ് എ സുപ്രീം. ഒരു സ്റ്റേറ്റിലെ ഒരു ചീഫ് മിനിസ്റ്റർ ഈസ് എ സുപ്രീം. അവിടെ ഒരു പ്രൈം മിനിസ്റ്ററുടെ ഒരു സംവാദം ഒരു പ്രശ്നം വരുന്നില്ല, ഒരു മെൻഷനും വരുന്നില്ല. അപ്പൊ ആ ഡൊമൈനില് ഈസ് എ സുപ്രീം. ബ്രഹ്മാവ് ഈസ് എ സുപ്രീം ഫോർ ദിസ് ഡൊമൈൻ, ശിവ ഈസ് എ സുപ്രീം ഫോർ ഹിസ് ഡൊമൈൻ. പക്ഷെ ഇതിലെല്ലാറ്റിനും ഒരു സുപ്രീം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ദേവി പുരാണം ദേവി തന്നെ. കാരണം വെച്ചാൽ ഈ മെറ്റീരിയൽ വേൾഡിന്റെ സൂപ്രീണ്ടന്റ് ദേവിയാണ്. സോ ഷീസ് സുപ്രീം. അപ്പൊ ഇപ്പൊ ഒരു സ്കൂളില് കുറെ ടീച്ചേഴ്സിന്റെ പ്രിൻസിപ്പൽ ഉണ്ട്. ഇപ്പൊ ക്ലാസ് 10 ടീച്ചർ, ഷീസ് എ സുപ്രീം ഇൻ ദാറ്റ് ക്ലാസ് 10. അവിടെ പ്രിൻസിപ്പളിന്റെ കാര്യം വരുന്നില്ല. ഹൂ ഇസ് എ സുപ്രീം ഫോർ ദിസ് ഹോൾ സ്കൂൾ? പ്രിൻസിപ്പൽ. അപ്പൊ ആ പ്രിൻസിപ്പളിന്റെ കീഴിലാണ് ഈ ടീച്ചേഴ്സ് എല്ലാം. അപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുക്കും. കാരണം വെച്ചാൽ ഈ പ്രിൻസിപ്പളാണ് എല്ലാവരുടെയും സുപ്രീം. അപ്പോൾ 10th സ്റ്റാൻഡേർഡിലെയും 9th സ്റ്റാൻഡേർഡിലെയും 8th സ്റ്റാൻഡേർഡിലെയും എല്ലാ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സും സ്റ്റാഫും ഇവരെല്ലാം ടോപ്പിലാണ് ഈ പ്രിൻസിപ്പളിൽ നിന്ന്. അത്രേ ഉള്ളൂ. അപ്പോൾ ഏതൊരു വ്യക്തിയും ഏത് ഡൊമൈനിലാണ് ആ ഡൊമൈനിൽ അവർ സുപ്രീമാണ്. മനസ്സിലായി. വേറെന്തെങ്കിലും? അർജൻ മാതാജി സ്കൂൾ ടീച്ചറാണ് അല്ലേ? അല്ലേ? കേൾക്കുന്നില്ല? അർച്ചന മാതാജി ഹോൾ സ്കൂളത്തെ സുപ്രീമാന്ന് പറയാൻ പറ്റുമോ? നോ. അർച്ചന മാതാജി ഈസ് സുപ്രീം ഓഫ് ഹർ പെർട്ടിക്കുലർ ക്ലാസ്. അപ്പൊ അർച്ചന മാതാജിയെ പറ്റിയിട്ട് ഒരു ബുക്ക് എഴുതാണ്, ബയോഗ്രാഫി. അപ്പൊ അവിടെ ഷീ ഈസ് ദ മെയിൻ പേഴ്സൺ ഹു വിൽ ബി ഗ്ലോറിഫൈഡ്, നോട്ട് ദ പ്രിൻസിപ്പൽ. മനസ്സിലായി ബ്രോജി, മനസ്സിലായി.
അല്ല, ഈ ക്ലിയർ ആണെങ്കിലും ചിലപ്പോ ഇങ്ങനെ സംശയങ്ങൾ എന്താ വീണ്ടും പറയുക, സംശയങ്ങൾ വീണ്ടും വീണ്ടും പൊന്തി പൊന്തി വരുന്നത്. അപ്പൊ ആ സമയത്ത് ക്ലാരിഫൈ ചെയ്യാത്തോണ്ടാണോ എന്നൊരു സംശയം മനസ്സിൽ. ഓക്കെ. അത് ശരിക്കും ശിവൻ പാർവതിയുടെ അടുത്ത് അങ്ങനെ ആ ഒരു പല കോൺവെർസേഷൻ ഇതിലെന്നെ പറയുന്നുണ്ട്. എന്താണ് ശിവൻ ശിവൻ അല്ലെങ്കിൽ പാർവതി അടുത്ത് പറയുന്നത്? അങ്ങനെ കുറെ കോൺവെർസേഷൻ കേൾക്കുമ്പോഴാണ് അതിന് ക്ലാരിറ്റി കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും ശിവൻ പിന്നെയും തന്നെ പിന്നെയും. പറയുന്നത് ശിവൻ അതെ. പറഞ്ഞ ആരാധനാനാം സർവേശാം വിഷ്ണു ആരാധനം പരം ഉം. അല്ലേ? Yes, പ്രഭുജി. ആരാധനകളുടെ ഏറ്റവും ടോപ്പ് വിഷ്ണു ആരാധനം. ശിവൻ തന്നെ പറയുന്നത് പാർവതിയോട്. ഉം. തസ്മാത് പരതരം ദേവി തദീയാനാം what is that? സമാർച്ചനം സംതിങ് ചെയ്ത്. ഓക്കെ. അതിലും വലുതാണ്, അതായത് ഭഗവാന്റെ ഭക്തന്മാരുടെ അത്രയും ഭക്തന്മാർക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തദീയാനം. ഓക്കെ. സോ 4 and 5 സമയം എന്തായി? 10 മിനിറ്റ് അല്ലേ? വലിയ ശ്ലോകമാണല്ലോ. എടുക്കാൻ പറ്റുമോ? കഴിയോ? കഴിയില്ല. 4 ഉം 5 ഉം ഉണ്ട്. 10 മിനിറ്റല്ലേ ഉള്ളു. ഇനി എന്താണ് ചെയ്യേണ്ടത്? കുഴപ്പമില്ല പ്രഭുജി, സമയമുണ്ടെങ്കിൽ 10 മിനിറ്റും കൂടെ എക്സ്ട്രാ എടുത്ത് തീർക്കണം. ഓക്കെ ആണോ എല്ലാവർക്കും? ബുദ്ധിർജ്ഞാനം അസമ്മോഹ ക്ഷമാ സത്യം ദമാ സമ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ചാഭ്യം ഏവ ച അഹിംസാ സമദാ തുഷ്ടിസ് തപോദാനം യശോ യശഃ ഭവന്തി ഭാവഭൂതാനാം മത്ത ഏവ പൃഥഗ്വിധാ ബുദ്ധിർജ്ഞാനം അസമ്മോഹ ക്ഷമാ സത്യം ദമാ സമ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ചാഭ്യം ഏവ ച അഹിംസാ സമദാ തുഷ്ടിസ് തപോദാനം യശോ യശഃ ഭവന്തി ഭാവഭൂതാനാം മത്തായേവ പൃഥഗ്വിധാ. ഓക്കെ, രണ്ടുപേരും ചൊല്ലിയാൽ മതി. സിമി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബുദ്ധിർജ്ഞാനം അസമ്മോഹാ ക്ഷമാ സത്യം ദമാ സമഃ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ചാഭയം ഏവ ച അഹിംസാ സമതാ തുഷ്ടിസ് തപോദാനം യശോ യശഃ ഭവന്തി ഭാവഭൂതാനാം മത്ത ഏവ പൃഥഗ്വിധഃ. ഓക്കെ. ബബിത മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബുദ്ധിർജ്ഞാനം അസമ്മോഹ ക്ഷമാ സത്യം ദമാ സമഃ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ച ഭയം ഏവ ച അഹിംസാ സമതാ തുഷ്ടിം തപോദാനം യശോ യശഃ ഭവന്തി ഭാവഭൂതാനാം മത്ത ഏവ പൃഥഗ്വിധഃ. Intelligence, knowledge, freedom from doubt and delusion, forgiveness, truthfulness, control of the senses, control of the mind, happiness and distress, birth, death, fear, fearlessness, non-violence, equanimity, satisfaction, austerity, charity, fame and infamy. All these various qualities of living beings are created by me. ഇതെല്ലാം എത്ര ക്വാളിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? ഇന്റലിജൻസ്, നോളജ്, ഫ്രീഡം, ഇതെല്ലാം, ഫിയർലെസ്നെസ്, ഇതെല്ലാം ആരാണ്? ഭഗവാൻ തന്നെ നമുക്ക് തരുന്നത്. അത് നമ്മളുടെ വ്യത്യസ്ത സമയത്ത് നമ്മളത് പ്രദർശിപ്പിക്കും. ഓക്കെ. ബുദ്ധി, അറിവ്, സ്വാതന്ത്ര്യം, പിന്നെ ഫോർഗിവ്നെസ്, ട്രൂത്ത്ഫുൾനെസ്, എല്ലാം നമ്മളുടെ വേണ്ട സമയത്ത് ഇതെല്ലാം നമ്മൾ ദേഷ്യപ്പെടുന്നു, പേടിക്കുന്നു, പേടിയില്ലാത്ത അവസ്ഥ വരുന്നു, അല്ലേ? ഇതെല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നില്ലേ? ഇതൊക്കെ എവിടുന്നാണ്? ഇതിന്റെ ഉത്ഭവസ്ഥാനം എവിടുന്നാണ്? ഭഗവാൻ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഭഗവാൻ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അല്പം വായിക്കാം. The different qualities of living entities, be they good or bad, are all created by Krishna and they are described. ഓക്കെ, ഭഗവാനാണ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം, എന്തിനാണ് ഈ ബാഡ് ക്വാളിറ്റീസ് ക്രിയേറ്റ് ചെയ്തത്? നല്ലത് മാത്രം തന്നാൽ മതിയായിരുന്നില്ലേ? നല്ല ക്വാളിറ്റീസ് മാത്രം ക്രിയേറ്റ് ചെയ്താൽ ഈ വല്ല പ്രശ്നമുണ്ടോ?
ഭഗവാൻ എന്തിനാ അങ്ങനത്തെ പണി ചെയ്ത്? ആ ചോദ്യം വരില്ലേ? നമ്മുടെ മക്കൾക്ക് നല്ലത് മാത്രമല്ലേ പറഞ്ഞു കൊടുക്കുള്ളൂ. എന്തിനാ ചീത്തയും പറഞ്ഞു കൊടുക്കുന്നത്? ചീത്ത, അതായത് ചീത്ത വശം, ഇത് ചീത്തയാണ്, ഇത് നല്ലതാണ്, നല്ലത് മാത്രം പറഞ്ഞു കൊടുത്താൽ പോലെ. നല്ലതിന്റെ വാല്യൂ അറിയാനാണോ പ്രഭുജി? അപ്പൊ ചീത്ത വശം പറഞ്ഞു കൊടുക്കണം അല്ലേ? എന്നാലേ നല്ലത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണോ? ഇല്ല, ഭഗവാൻ എന്നാണോ തന്നിരിക്കണേ? അല്ല. മാതാജി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത്രോ. കാരണം നമ്മളുടെ ആഗ്രഹമാണ് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആഗ്രഹം. അത് നമ്മളുടെ കോൺഷ്യസ്നെസ്, നമ്മളുടെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു. ഭഗവാൻ വളരെ മെഴ്സിഫുൾ ആണ്. എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും തഥാസ്തു എന്ന് പറയും. ഇൻഡിപെൻഡൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ടല്ലോ, ഫ്രീഡം തന്നിട്ടുണ്ട്. ഫ്രീഡം ഫ്രം ഡൗട്ട് ആൻഡ് ഡെലൂഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഫ്രീഡം നമുക്ക് ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതും ഭഗവാൻ തന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഫ്രീഡത്തിൽ ഭഗവാൻ കൈ കടത്തില്ല. അപ്പൊ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ സോൾ നമ്മൾ ആഗ്രഹിക്കാണ് ഇന്നത് വേണം, അത് തെറ്റായിട്ടുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ ഓക്കെ, സോ ബി ഇറ്റ്. പിന്നെ അതൊന്ന് പഠിച്ചിട്ട് നമ്മൾ നല്ലതാവണം. ഭഗവാനെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ സ്നേഹം ഫോഴ്സ്ഫുൾ ആവാൻ പാടില്ല. ആ സ്നേഹം ഫോഴ്സ്ഫുൾ ആയാൽ അത് സ്നേഹമായിരിക്കില്ല, അത് പ്രൊലോങ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കാരണം വെച്ചാൽ നമ്മുടെ ഒരു കുട്ടിയെ പേടിപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്യിക്കുകയാണെങ്കിൽ എത്ര കാലം പോവത്? വളരെ കുറച്ച് കാലം പോവുള്ളൂ, അതിന് ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് ആ കുട്ടി മനസ്സിലാക്കിയിട്ട് സ്വയം കൺവിക്ഷനോട് കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എന്നേക്കും പോകും. അപ്പോൾ ഇത് രണ്ടും ഭഗവാൻ തന്നെ തന്നിരിക്കുന്നത്, ഗുഡ് ആൻഡ് ബാഡ്. അത് നമ്മളുടെ ആഗ്രഹം കൊണ്ടാണ്. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നു ആസ് എൻ ഇൻഡിവിജ്വൽ സോൾ ഹു ഹാസ് ലിറ്റിൽ ഫ്രീഡം. അത് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നതാണ്. കാരണം ഭഗവാൻ ഒരിക്കലും നമ്മളെ കമ്പൽ ചെയ്യില്ല. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഭഗവാൻ അർജുനോട് അതാണ് പറഞ്ഞത്, അല്ലേ? ഞാൻ പറഞ്ഞു തരേണ്ട എല്ലാം പറഞ്ഞു തന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. നൗ യു ഡിസൈഡ്, എന്നാ പറഞ്ഞു. അവിടെ അർജുനന് ഫ്രീഡം ഉണ്ട്, എന്ത് വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യാം. അവിടെ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല ഭഗവാൻ. അതേപോലെയാണ്. അപ്പൊ അങ്ങനെ ആ ഫ്രീഡം നമ്മൾ മിസ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളിലും ചെയ്യുന്നത്. അപ്പൊ അതില് നമ്മളുടെ ഗുണം അനുസരിച്ചിട്ട് ചില തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യും, അത് നമ്മളെ ദോഷം ചെയ്യും. അപ്പൊ അതിലും ബാഡും ഉണ്ട്. രാംനാഥ് സ്വാമി മഹാരാജ് പറയുന്ന പോലെ നമ്മളുടെ ഹൃദയത്തില് 2 ഡോഗ്സ് ഉണ്ട്, ഒന്ന് ബാഡ് ഡോഗും ഒന്ന് ഗുഡ് ഡോഗും. 2 ഡോഗ്സ്. അപ്പൊ ആ ബാഡ് ഡോഗിനെ നമ്മൾ ഇല്ലാതെയാക്കണം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട്. അതാണ് പറയുന്നത്. അപ്പോ അത് എപ്പോഴാണ്, അത് ഏത് ഡോഗാ ബാർക്ക് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഗുഡ് ഡോഗാണോ ബാഡ് ഡോഗാന്ന് അറിയാൻ പറ്റില്ല. So different qualities of living entities, be they good or bad, all are created by Krishna and they are described here. Intelligence refers to ഒരുപാടുണ്ട് മാതാജി. ഇതൊക്കെ അതിന്റെ ഇത് പിന്നീട് വായിച്ചു പോയാൽ മതിയോ? We'll just read it out. Okay. ഇല്ലെങ്കിൽ പ്രഭുജി നമുക്ക് എടുക്കാൻ പറ്റുന്ന എടുത്തിട്ട് നെക്സ്റ്റ് ക്ലാസ് we will continue. Intelligence, the different quality. Intelligence refers to the power to analyze things in their proper perspective, and knowledge refers to understanding what is spirit and what is matter. Ordinary knowledge obtained by university education pertains only to matter, and it is not accepted here as knowledge. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് നോളേജ്, വിദ്യ, അവിദ്യ. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന വിദ്യ അത് ടോട്ടലി ഫിസിക്കലാണ്, ഗ്രോസ് ആയിട്ടുള്ളതാണ്, നമ്മളുടെ ശരീരത്തിൻ്റെ പറ്റിയിട്ടുള്ളതാണ്.
സട്ടിൽ ആയിട്ടുള്ള ഒരു നോളജ്, സട്ടിൽ എലിമെന്റ്സിന്റെ, അതായത് സട്ടിൽ ആയിട്ടുള്ള മൈൻഡ്, ഇന്റലിജൻസ്, ഫോൾസ് ഈഗോ, ഇതിനെ പറ്റിയിട്ടുള്ള നോളജ് നമുക്ക് ഒരു കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ സോളിനെ പറ്റിയിട്ടും മൈൻഡിനെ പറ്റിയിട്ടും ഇന്റലിജൻസിനെ പറ്റിയിട്ടും ഈഗോനെ പറ്റിയിട്ടുള്ള നോളജ് ദാറ്റ് ഈസ് നോട്ട് ഓൺ എ ഗ്രോസ് ലെവൽ. ഗ്രോസ് ലെവൽ എന്ന് പറഞ്ഞാൽ കാണുന്ന ആ ഒരു നമ്മുടെ ഫിസിക്കൽ ബോഡി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൽ എന്തെല്ലാം ഓർഗൻസ് ഉണ്ട്, അതൊക്കെ ഒരു ഫിസിക്കൽ റെൽമിൽ വരുന്നതാണ്. പക്ഷേ സ്പിരിറ്റിനെ പറ്റിയിട്ട് നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയും പഠിപ്പിച്ചു തരുന്നില്ല. അതാണ് പറയുന്നത്, ഇന്റലിജൻസ് റിഫേഴ്സ് ടു ദ പവർ ടു അനലൈസ് തിങ്സ് ഇൻ ദർ പ്രോപ്പർ പെർസ്പെക്റ്റീവ് ആൻഡ് നോളജ് റിഫേഴ്സ് ടു അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് സ്പിരിറ്റ് ആൻഡ് വാട്ട് ഈസ് മാറ്റർ. ഇതെല്ലാം മാറ്ററാണ്, ഇൻക്ലൂഡിങ് മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫോൾസ് ഈഗോ. അപ്പോൾ ഈവൻ ആ സട്ടിൽ ലെവലിലെ നോളജ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല. നമുക്ക് ഗ്രോസ് ആയിട്ടുള്ള മൈൻഡിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇന്റലിജൻസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈഗോനെ പറ്റിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു വേഗമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെന്നല്ലാണ്ട് ശരിക്കുള്ള നോളജ് നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി തരുന്നില്ല. മൈൻഡ് ടു എ സം എക്സ്റ്റെൻറ്റ് അല്ലെ അവരെന്തെങ്കിലും പഠിപ്പിക്കണ്ടാവും. പക്ഷെ അതൊക്കെ ഫിസിക്കൽ, അതെവിടെയാണ്, ബ്രെയിനിലാണ് നമ്മുടെ ഇന്റലിജൻസ്, അതിൻ്റെ ഫങ്ഷൻ എങ്ങനെ, അതൊക്കെ ചിലപ്പോൾ ഗ്രോസ് ലെവലിൽ പഠിപ്പിച്ചിരിക്കാം. പക്ഷേ സട്ടിൽ ലെവലിൽ ആ നോളജും കൂടി കിട്ടുന്നില്ല. വാട്ട് ടു സ്പീക്ക് ഓഫ് ദ സോൾ, ദ സട്ട്ലെസ്റ്റ് വിച്ച് ഈസ് ഇൻവിസിബിൾ. അപ്പോൾ അതിനെ ഫിസിക്കൽ നോളജ്, മറ്റത് മെറ്റാഫിസിക്കൽ നോളജ്. സോ ആ നോളജ് എന്ത് റിഫേഴ്സ് ടു അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് സ്പിരിറ്റ് ആൻഡ് വാട്ട് ഈസ് മാറ്റർ. Spirit never changes. Spirit is not subject to deterioration by the passing of time. Time doesn't influence that. Matter ne influence you. So ordinary knowledge obtained by university education pertains only to matter. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എല്ലാം ഭൗതിക തലത്തിലുള്ള ഒരു വിദ്യ. And it is not accepted here as knowledge. അതിനെ അവിദ്യ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇൻ സ്ട്രിക്ട് ടേംസ് അവിദ്യ ഇസ് മാറ്റർ, മെറ്റീരിയൽ നോളജ്. വിദ്യ ഇസ് സ്പിരിച്വൽ നോളജ്. നോളജ് മീൻസ് നോയിങ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്പിരിറ്റ് ആൻഡ് മാറ്റർ. ഇതാണ്. ഇത് ഒരു സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുന്നില്ല. ഉണ്ടോ? പഠിപ്പിക്കുന്നില്ല. In modern education, there is no knowledge about spirit. They are simply taking care of the material elements and bodily needs. Therefore, academic knowledge is not complete. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അക്കാഡമിക് നോളേജ് ടു മെയിൻറ്റെയിൻ അവർ ബോഡി, അതിന് മാത്രമേ ഉതകുന്നുള്ളൂ. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് അസ്. ഓക്കെ, നമ്മളുടെ ഗുഡ് ഹെൽത്ത് എങ്ങനെ കീപ്പ് ചെയ്യണം, നമ്മളുടെ നല്ല ഭക്ഷണം എങ്ങനെ കഴിക്കണം, നമുക്ക് ഫിസിക്കലി എങ്ങനെ എൻജോയ് ചെയ്യണം, നോട്ട് ഈവൻ മെന്റൽ ലെവൽ, ഒരു എൻജോയ്മെന്റ് ഇൻ മെന്റൽ ലെവൽ വിച്ച് ഇസ് ഓൾസോ മെറ്റീരിയൽ, അതുകൂടി നമുക്ക് തരുന്നില്ല അല്ലേ? അതുകൂടി വളരെ വളരെ ദുർലഭമാണ്. ഉണ്ടായിരിക്കും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സെന്ററൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ? ചിലപ്പോൾ ലോഫിംഗ് ക്ലബ്, ഡോക്ടർ ക്ലബ്, അങ്ങനെയൊക്കെ ഇല്ലേ? എന്തിനാണ് ഒരു മെന്റൽ ലെവലിനെ നമ്മളൊന്ന് ഇതാക്കാൻ വേണ്ടി അല്ലെ? അങ്ങനത്തെ ഒരു ക്ലബൊക്കെ ഇല്ലേ? ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. സോ അത് ഫിസിക്കൽ ലെവലിൽ മാത്രമേ ഉള്ളൂ, ബോഡ്ലി നീഡ്സ്. Therefore, academic knowledge is not complete. പിന്നെ അതാണ് നമ്മുടെ ഇന്റലിജൻസിനെ പറ്റിയിട്ട്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ഇന്റലിജൻസ് ആണ്, ഇന്റലിജന്റ് നോളജ്. പിന്നെ ഫ്രീഡം ഫ്രം ഡൗട്ട് ആൻഡ് ഡെലൂഷൻ, അതാണ് അസമ്മോഹ. ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് when one is most hesitant and when he understands the transcendental philosophy. അപ്പൊ ഈ ഫിലോസഫി, ഈ തത്വം മനസ്സിലാക്കിയാൽ നമ്മൾ ഫ്രീ ആവുന്നത് എന്തെന്ന്, നമ്മുടെ സംശയങ്ങളിൽ നിന്നും, ഡെലൂഷൻ, ബിവിൽഡർമെന്റ് നിന്നും. സ്ലോലി ബട്ട് ഷുവർലി ഹി ബിക്കംസ് ഫ്രീ ഫ്രം ബിവിൽഡർമെന്റ്. ഇതൊന്നും ഫ്രീ ആയി കഴിഞ്ഞാൽ നത്തിങ് ഷുഡ് ബി അക്സെപ്റ്റഡ് ബ്ലൈൻഡ്ലി. അപ്പൊ അതാണ് നമ്മളുടെ സനാതന ധർമ്മത്തിന്റെ ഒരു ബ്യൂട്ടി, ഒരു മഹിമ. ഒന്നും നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കേണ്ട. യു ക്യാൻ ക്വസ്റ്റ്യൻ.
അതുകൊണ്ടാണ് നമ്മളുടെ എല്ലാ ശാസ്ത്രങ്ങളും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആയിട്ട് അവതരിപ്പിച്ചത്. യു ഹാവ് ദ റൈറ്റ്. പരീക്ഷിത് മഹാരാജ് ചോദിക്കുന്നു സുഖദേവ് ഗോസ്വാമിയോട്, ശൗനകാദി ഋഷികൾ ചോദിക്കുന്നു സൂത ഗോസ്വാമിയോട്, അല്ലേ? മറ്റേത് അങ്ങനല്ല. മറ്റേ സിമറ്റിക് റിലിജ്യൻ പറഞ്ഞാൽ അവർ പറയും, അത് അനുസരിക്കുക. നോ ക്വസ്റ്റ്യൻ, ഡോണ്ട് ആർഗ്യൂ, ജസ്റ്റ് ലിസൺ ടു മീ. ചോദ്യങ്ങൾ പാടില്ല. അപ്പൊ എന്താണ് വ്യത്യാസം? സനാതന ധർമ്മം സോ ബ്യൂട്ടിഫുൾ. വൈ? ബിക്കോസ് യു ഹാവ് ദ റൈറ്റ് ടു ആസ്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് പെർസ്പെക്റ്റീവ്. അല്ലാണ്ട് സിംപ്ലി ബ്ലൈൻഡ്ലി അക്സെപ്റ്റ്. അപ്പോൾ നമ്മളുടെ കുട്ടികൾ നമ്മളോട് പേരൻസിനോട് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കത് ആൻസർ പറയില്ലെങ്കിൽ നമ്മൾ പറയും, ഉണ്ടായിരിക്കണം, ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ മതി. കാരണം നമുക്കറിയില്ല. അപ്പോഴാണ് റിബൽ ആവുന്നത്. അപ്പൊ നമ്മൾ കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, റീസണബിളി വെൽ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ഫോളോ ചെയ്യും. കാരണം നമുക്കേ അറിവില്ല. അവിടെ ഫെയിലർ അവിടെയാണ്. അപ്പൊ നമ്മൾ ആദ്യം എക്യുപ്ഡ് ആവണം. നമ്മൾ അറിയണം, അറ്റ്ലീസ്റ്റ് നോട്ട് ദാറ്റ് വി ആർ എക്സ്പേർട്ട്, അറ്റ്ലീസ്റ്റ് ടു സർട്ടൻ എക്സ്റ്റെൻറ്റ് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നോളജ് നമ്മൾ ഉണ്ടാവണം. എന്നാൽ പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ കുട്ടികളും യെസ് ഇറ്റ്സ് ലോജിക്, പറയുന്നതിൽ ലോജിക് ഉണ്ട്, ആൾസോ ഫോളോ. മറ്റേ സ്ഥലത്ത് വടിയെടുത്തനാണ്. വടി പോലീസ് മറിയാണ്. ഇവിടെ പോലീസ് മറിയൊന്നുമില്ല. അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അങ്ങനെ. അങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് പറയും. ഓക്കെ. So nothing should be accepted blindly. Everything should be accepted with care and with caution. Kshama, tolerance and forgiveness should be practiced. One should be tolerant and excuse the minor offenses of others. നമ്മൾ എല്ലാറ്റിനും വടിപിടിച്ച് നിന്നാൽ പറ്റില്ല. ചെറിയ ചെറിയ തെറ്റൊക്കെ എല്ലാവരും ചെയ്യും. അതിനൊക്കെ എക്സ്ക്യൂസ് ചെയ്യണം. പിന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സത്യം, ട്രൂത്ത്ഫുൾനെസ് മീൻസ് that facts should be presented as they are for the benefit of others. Facts should not be misrepresented. അല്ലേ? സത്യം, പ്രിയം, ഹിതം. പക്ഷെ അത് ആ ഫാക്ട്സ് എങ്ങനെ പറയണം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏത് ഫോറത്തിൽ എങ്ങനെ ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുന്നത്, അതിൻ്റെ ആ ഒരു ടൈം, അതിൻ്റെ സിറ്റുവേഷൻ ഒക്കെ നോക്കിയിട്ട് വേണ്ട വിധത്തിൽ, എസ്പെഷ്യലി സം സാഡ് ന്യൂസ് ഒക്കെ ആണെങ്കിൽ വി കനോട്ട് ബി ജസ്റ്റ് ഓപ്പൺലി സ്പീക്ക്. അപ്പം അതിൻ്റെ സമയം, സൗകര്യം, കാര്യങ്ങൾ നോക്കി മറ്റുള്ളവരെ അജിറ്റേറ്റ് ചെയ്യാതെ, മറ്റുള്ളവരെ ഡിസ്പ്ലീസ് ചെയ്യാതെ അത് നമ്മൾ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കണം. സത്യമാണെങ്കിലും കൂടിയിട്ട് അതങ്ങനെ ഓപ്പൺലി പറയാൻ പറ്റില്ല, പറയാൻ പാടില്ല. if it is hurting others, if it is agitating others. Truthfulness means that facts should be presented as they are. അതേ സമയത്ത് ഫാക്ട്സ് നമ്മൾ മറച്ചു വയ്ക്കാൻ പാടില്ല. അത് അവതരിപ്പിക്കുന്ന രീതി നമ്മൾ സൂക്ഷിക്കണം മാത്രം. Facts should not be misrepresented. According to social convention, it is said that one can speak the truth only when it is palatable to others. അതാണ് അനുദ്വേഗകരം വാക്യം, സത്യം, പ്രിയ, ഹിതം ചെയ്യത്. അധ്യായാഭ്യാസനം ചെയ്യുക വാൻമയം തപ ഉച്ചതി. അപ്പൊ നമ്മളുടെ വാക്യം, നമ്മുടെ സ്പീച്ച്, ഓസ്റ്റിറ്റി ഓഫ് സ്പീച്ച് എങ്ങനെയിരിക്കണം? ഷുഡ് ബി സത്യം, പ്രിയമായിരിക്കണം. എല്ലാ സത്യങ്ങളും പ്രിയമായിരിക്കണമെന്നില്ല, പാലറ്റബിൾ ആയിക്കണമെന്നില്ല, അല്ലേ? ഹിതം, ബെനിഫിഷ്യൽ ആയിരിക്കണം. അപ്പൊ സത്യം എല്ലാം ഹിതമായിരിക്കണമെന്നില്ല, അതുപോലെ പ്രിയമായിരിക്കണം. പക്ഷെ എങ്കിലും അത് പറയണം. അത് ഹിതമല്ലെങ്കിലും ഹിതമായിരിക്കാം, പക്ഷെ അത് പറയുന്ന രീതി അനുസരിച്ചിരിക്കും. സത്യമായിരിക്കണം, അത് ഹിതമായിരിക്കണം, പ്രിയമായിരിക്കണം. അതിനെ വളച്ചൊടിക്കാൻ പാടില്ല. അപ്പോൾ അതിനുള്ള ഒരു ടാക്ടിക്സ് നമ്മൾ ആചരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്, സത്യം, പ്രിയം, ഹിതം ചെയ്യും. അത് എങ്ങനെ? അഭ്യാസം ചെയ്യുമ്പോൾ നമ്മൾ സ്വാധ്യായം എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റഡി ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ്. നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം, മറ്റുള്ള പുരാണങ്ങളിലെ സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ക്വാളിറ്റി നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ ഇതെന്ന് നമുക്കറിയാം എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇതെങ്ങനെ അവതരിപ്പിക്കണം, ഏത് സമയത്ത് പറയണം,
മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ എങ്ങനെ ഇത് അവതരിപ്പിക്കണം, എജിറ്റേറ്റ് ചെയ്യണം. കാരണം ചില ന്യൂസൊക്കെ വളരെ എജിറ്റേറ്റിംഗ് ആയിരിക്കും. അപ്പൊ അതിനുള്ള ഒരു നോളജ് എങ്ങനെ കിട്ടും? സ്വാധ്യായ അഭ്യാസനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കിട്ടും. അല്ലാതെ നമ്മൾ സ്ക്രിപ്റ്റേഴ്സ് പഠിക്കാണ്ട് മെറ്റീരിയൽ നോളജ് വെച്ചിട്ട് ടു സർട്ടൻ എക്സ്റ്റെന്റ് യു ക്യാൻ ഗോ, എല്ലാവരും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇഫ് എ പേഴ്സൺ ഇസ് സ്പിരിച്വലി നോളജബിൾ, ഹി വിൽ ബി ഏബിൾ ടു മാനേജ് ദാറ്റ്. എവിടെ ഇപ്പം നടത്തിയത്? സത്യം. ഓക്കെ. But that is not truthfulness. It is said that one can speak the truth only when it is palatable to others. It need not be palatable, but at the same time you should present it. But that is not truthfulness. The truth should be spoken in a straightforward way so that others will understand actually what the facts are. ചില സമയത്ത് ബ്ലണ്ട് ആയിരിക്കണം, എന്നാലേ പഠിക്കുള്ളൂ. അപ്പൊ അങ്ങനെയും അതാണ് ഇവിടെ പറയുന്നത്. സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം, അത് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഒരു കുട്ടി മോഷണം ചെയ്യാണ്, അത് അവിടെ ആ സമയത്ത് തന്നെ തിരുത്തണം, ഇല്ലെങ്കിൽ എന്തായാലും ഹാബിറ്റായിട്ട് മാറും. അപ്പൊ അവിടെ എന്താണ്, അവിടെ പണിഷ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. പണിഷ്മെന്റ് കൊടുക്കണം. അവിടെ അയ്യോ എൻ്റെ മകനാണ്, ഞാൻ എങ്ങനെ അടിക്കുക, അവൻ വേദനിക്കുന്നു വിചാരിച്ചാൽ കാര്യം നടക്കില്ല. അപ്പൊ അവരെ കറക്റ്റ് ചെയ്യണമെങ്കിൽ പണിഷ്മെന്റ് കുതിര. അപ്പോൾ ചിലപ്പോൾ അത് എല്ലാ സമയത്ത് പാലറ്റബിൾ ആയിരിക്കില്ല എന്നാണ് പറയുന്നത് ഇവിടെ. സോ അപ്പോൾ അതന്നെ പറയുന്നത്. സി ഹിയർ ഇറ്റ് ഈസ് the truth should be spoken in a straightforward way so that others will understand actually what's the fact of. If a man is a thief and if people are warned that he's a thief, that is truth. അത് ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് വഷളാക്കുള്ളൂ. Although sometimes the truth is unpalatable, one should not refrain from speaking it. But again, അത് റിഫ്രെയിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ ആ ഒരു തരത്തിൽ പ്രസന്റ് ചെയ്യണം മാത്രം. എഗെയിൻ അതിനുള്ള ഒരു റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. ആര് പറയണം, എങ്ങനെ പറയണം, എപ്പോൾ പറയണം. ഇപ്പൊ എനിക്ക് മറ്റുള്ളവരെ പറ്റിയിട്ട് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ നോക്കണം, അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കും. പക്ഷെ ട്രൂത്ത് ഷുഡ് ബി സ്പോക്കൺ. ട്രൂത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് ദാറ്റ് ദ ഫാക്ട്സ് ബി പ്രസന്റഡ് ആസ് ദേ ആർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതർ. ഒരാൾ മോഷ്ടാവാണ്, അപ്പോ അത് ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യമാണ്, കാരണം എല്ലാവരും ബെനിഫിറ്റിനാണ്. നമ്മൾ വിൽ പ്രിപ്പയർ അവർ സെൽഫ്, വിൽ ടേക്ക് കെയർ. നമ്മൾ സൂക്ഷിക്കും. ഇയാള് സൂക്ഷിക്കണം കേട്ടോ, അത്ര പന്തിയുള്ള ആളല്ല. ഓക്കെ, നമ്മൾ കെയർഫുള്ളും. അപ്പോൾ അവിടെ നമ്മൾ മറച്ചു വയ്ക്കാൻ പാടില്ല. So truthfulness demands that the facts be presented as they are for the benefit of others. That is the definition of truth. ഇനി കുറച്ചും കൂടി ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ. കുറച്ചത് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ ഒന്ന് മാർക്ക് ചെയ്താൽ മതി. എവിടെ? കൺട്രോൾ ഓഫ് ദ സെൻസസ്. ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की।